ഇന്നലത്തെ കാര്യത്തിൽ അധ്യാപകനല്ല, ക്ലർക്ക് ഏതാണ് ക്ലർക്ക് എന്ന് എനിക്കറിയില്ല. ആ ക്ലർക്കിന്റെ പേരറിയില്ല. ഇപ്പൊ ക്ലർക്കുമാർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഒരുമിച്ച് ക്രൂശിക്കുന്നതല്ല. അത് ആർക്കറിയാം? ഇവിടുത്തെ പ്രിൻസിപ്പലിനറിയാം. പറയട്ടെ ഈ ആർക്കറിയാം? നമ്മുടെ പ്രിൻസിപ്പലിനറിയാം. പ്രിൻസിപ്പൽ ഓൺ ടൈമിൽ റിയാക്ട് ചെയ്തു. ഉടനെ കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെല്ലാം എപ്പോഴും ഒരു ഭാഗത്താണ്. ഈ പിള്ളേർ ഇവരുടെ ശത്രുക്കളാണ്. ഓൺ ടൈമിൽ റിയാക്ട് ചെയ്തിട്ട് ഇവൻ അത് ഈ മറ്റത് ചെയ്യും. ഇപ്പൊ പാരന്റിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ സിസ്റ്റർ വിളിച്ചു. എന്റെ സിസ്റ്റർ വിളിച്ചപ്പോഴത്തേക്ക് അവൾക്ക് സുഖമില്ലാതിരിക്കുക. അവള് പറഞ്ഞു, മാഡം ഞാൻ നാളെ വന്ന് കണ്ടോളാം, മാഡം ആണെന്ന് തോന്നുന്നു. പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഹു ഇസ് ദ പേഴ്സൺ, അയാള് അദ്ദേഹത്തോട് പറഞ്ഞു നാളെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഈ പിള്ളേർ സ്കൂൾ വിട്ട് പോവുകയും മറ്റു കാര്യങ്ങളൊന്നും പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ നടന്നില്ല. അവൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു. അതിനുശേഷം ജിമ്മിൽ പോയി തിരിച്ചു. എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ നടന്നു. നോർമലി 5 മണിക്ക് ശേഷമായിരിക്കും. കാര്യം ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത്. അവൻ ശരിക്കും പറഞ്ഞാൽ അവന് വളരെ വിഷമമുള്ള കാര്യം എന്ന് വെച്ചാല് അവൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. വീട്ടിൽ വന്നതിന് ശേഷം അമ്മയോട് ഏത് രീതിയിലാണ് ഇടപെട്ടത്? ആ സമയത്ത് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, ആ സമയത്ത് അവൻ കൂടുതലൊന്നും സംസാരിച്ചു. കാര്യം എല്ലാ ദിവസവും ജിമ്മിൽ പോകും വൈകുന്നേരത്ത്. അത് കഴിഞ്ഞ് ഉടനെ അവൻ ജിമ്മിൽ പോയി ഏകദേശം ഞാൻ ജിമ്മിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അവന്റെ പ്രാക്ടീസ് മുഴുമിപ്പിക്കാതെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. മുഴുമിപ്പിക്കാതെ ഇറങ്ങുകയും എനിക്ക് എക്സാം ഉണ്ട്, അതുകൊണ്ട് വേഗം പോകണം, അത് മാത്രമല്ല എനിക്ക് നല്ല കംഫർട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. വീട്ടില് ഒരു 9 മണിക്ക് ശേഷം അങ്ങാണ് തോന്നുന്നു വരുന്നത്. വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീട്ടില് കാര്യമൊന്നും ഞങ്ങളുടെ വീടുകളിൽ വളരെ 9 മണി വരെ 9 മണിക്ക് ശേഷം 9 മണി കഴിഞ്ഞു അവൻ എത്തുമ്പോൾ വീട്ടിൽ വന്നു. വളരെ വളരെ കാമായിട്ട് ഉള്ളൊരു അന്തരീക്ഷമാണ് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ. അങ്ങനെ അടിയും മഴക്കും അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല. അപ്പനും മക്കളുമായിട്ടൊക്കെ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഈ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ഇന്ന് ഇവിടെ സ്കൂളിൽ വരണമല്ലോ. അതുകൊണ്ട് എന്റെ സിസ്റ്റർ മോനോട് ചോദിച്ചു, മോനെ എന്താണ് വിഷയം? അപ്പോഴാണ് അവൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴും ഞങ്ങൾ ഈ പ്രശ്നം തണുപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോഴും പറഞ്ഞത്, അദ്ദേഹം ഒരു പ്രായമുള്ള ആളല്ലേ, അത് നിനക്ക് ക്ഷമിച്ചുകൂടായിരുന്നു. ഇത് കൂടെ കേട്ടപ്പോ ഇവിടെന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ഡോസ് അത്ര ചെറുതല്ലാത്ത ഡോസ് ആയിരുന്നു എന്ന്. അവന് ഈ ഒരു 16 വയസ്സുകാരന് താങ്ങാൻ പറ്റുന്ന ഒരു ഷോക്കല്ല ഇവിടുന്ന് കൊടുത്തു വിട്ടത്. അവന് വേറെ കുടുംബ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ലല്ലോ. അവൻ അപ്പൊ പറഞ്ഞത്, നിങ്ങളും എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? കാര്യം നമ്മുടെ മക്കളെ നേരായ വഴിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പറയുന്നത്. കാര്യം അവൻ ചെയ്തത് ശരിയാണെങ്കിൽ പോലും നീ തെറ്റായി പോയി എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. കാര്യം അവൻ വേറൊരു ഫോൾട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങളും കൂടി എന്നെ എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉള്ളത് കൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഈ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ ഉള്ളത് ഞാൻ ഉള്ളത് കൊണ്ടാണല്ലോ. ഞാൻ അങ്ങ് തീർന്നു തരാം. പക്ഷേ നമ്മളൊക്കെ എടുത്തത് അതൊരു കോമൺ ടോക്കായിട്ടാണ്. സാധാരണ ഞങ്ങളുടെ വീടുകളിലും പറയാറുണ്ട്, നമ്മളും പറയാറുണ്ട് എന്നും പറഞ്ഞ് നമ്മള്. പക്ഷെ അവന്റെ മനസ്സിൽ ഇത്രത്തോളം വിഷമമുണ്ടെന്ന്, കാര്യം ഇത്രത്തോളം ഹരാസ് ചെയ്യപ്പെട്ടിരുന്നു അവനിവിടെ.